തപാൽ വോട്ടുകളിൽ തിരുത്തൽ നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവ പ്രകാരമാണ് കേസ്. അതിനിടെ സുധാകരനെ തള്ളി CPIM രംഗത്തെത്തി. സുധാകരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും നിയമ നടപടികളിൽ പാർട്ടി പിന്തുണയുണ്ടാകില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. പക്ഷെ ഒട്ടിച്ച് തന്നാൽ ആരും അറിയില്ല എന്ത് കരുതേണ്ട പാർട്ടികൾ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് ദേവദാസിൻ്റെ, ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളിട്ടു. ബാലറ്റ് പേപ്പർ തിരുത്തിയിട്ടില്ലെന്ന് പരസ്യമായി പറഞ്ഞെങ്കിലും ജി സുധാകരൻ നിയമ നടപടികൾ നേരിടേണ്ടി വരും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സുധാകരനെതിരെ സൗത്ത് പോലീസ് കേസെടുത്തു. ഇന്ത്യൻ ശിക്ഷാ നിയമം, ജനപ്രാതിനിധ്യ നിയമം എന്നിവയിലെ വിവിധ വകുപ്പുകളാണ് ചുമത്തിയത്. വോട്ടെടുപ്പിന്റെ രഹസ്യാത്മകത ലംഘിക്കൽ, സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള അവകാശം തടസ്സപ്പെടുത്തൽ, ബാലറ്റ് തിരുത്തൽ തുടങ്ങിയ ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും, വ്യാജരേഖ ചമയ്ക്കുക, ഔദ്യോഗിക രേഖകൾ തിരുത്തുക തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളുമാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന 2 വകുപ്പുകളുണ്ട്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞുകൊണ്ട് ലേശം ഭാവനയും കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി മിസ്റ്ററങ്ങ് ഒരു ബാലറ്റും തുറന്നു നോക്കിയിട്ടില്ല. അതേസമയം ജി സുധാകരന്റെ പരാമർശത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഒരു തരത്തിലുള്ള അട്ടിമറിക്കും CPIM ഇല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം അദ്ദേഹം തന്നെ തിരുത്തി നിഷേധിച്ച് രണ്ടാമത്തെ കാര്യവും പുറത്തതോടുകൂടി യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഇല്ല, രണ്ടാമത് പറഞ്ഞത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് അവശേഷിക്കുന്നത്. അതിൻ്റെ ഒപ്പം നിൽക്കുക നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അധികം വൈകാതെ പോലീസ് ജി സുധാകരന്റെ മൊഴിയെടുക്കും. കാലപ്പഴക്കവും തെളിവുകളുടെ കുറവും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ്. അതേസമയം തപാൽ വോട്ടുകൾ തിരുത്തിയിട്ടില്ലെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി KV ദേവദാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സുധാകരന്റെ പ്രസ്താവന പ്രതിപക്ഷ പാർട്ടികൾ CPIM-നെതിരെ ആയുധമാക്കി. ന്യൂസ് മലയാളം, ആലപ്പുഴ.